നമസ്കാരം. അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. നമ്മുടെ IOCയുടെ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ നേതാവ് സാം പിത്രോദ എന്തു പറഞ്ഞാലും ഒരു വിവാദമാകും. അത് അവസരത്തിലും അനവസരത്തിലും ഒരു വിവാദം ഉണ്ടാക്കണമെങ്കിൽ അദ്ദേഹം സംസാരിച്ചാൽ മതി. പക്ഷേ അദ്ദേഹം പറയുന്നതെല്ലാം വളരെ കാര്യപ്പെട്ട കാര്യങ്ങളാണ് എന്നുള്ളതാണ് അതിൽ സത്യമായിട്ടുള്ള ഒരു കാര്യം. പക്ഷേ എന്നാലും അത് വിവാദമായിട്ട് മാറുന്നു. ഇലക്ഷൻ കാലത്തൊക്കെ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ തള്ളിപ്പറയുകയുണ്ടായി. എന്നാൽ അദ്ദേഹം പറഞ്ഞതൊക്കെയോ വളരെ കാര്യപ്പെട്ട കാര്യങ്ങളും. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയും ചൈന നമ്മുടെ ശത്രുവൊന്നുമല്ല, നമ്മൾ ചൈനയുമായിട്ട് കുറച്ചുകൂടെ ആ ശത്രുതാ മനോഭാവം വിട്ടുകളയണം, ചൈനയുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. വാസ്തവം പറഞ്ഞാൽ അതൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്കും തോന്നുന്നു. ഇന്ത്യയും ചൈനയും കൂടെ ഒരുമിച്ച് നിന്നാൽ എന്തായിത്തീരും ലോകത്തിന്റെ സ്ഥിതി? ഇത്രയും വലിയൊരു ശക്തി ലോകത്ത് പിന്നെ ഇല്ല. ഒരു 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 ശക്തിക്കും ആ രണ്ട് രാജ്യങ്ങളും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനാവില്ല. ഈ ഇന്ത്യക്കും ചൈനയ്ക്കും മാൻ പവർ ഉണ്ട്. ചൈനയ്ക്ക് ടെക്നോളജി, അമേരിക്കയ്ക്കുള്ള അത്രയും ടെക്നോളജി ഇപ്പം ചൈനയ്ക്കുണ്ട്. അതുപോലെ തന്നെ ആ ടെക്നോളജി വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ കഴിവുള്ള കൽപ്പുള്ള ആളുകൾ ഇന്ത്യയിലുമുണ്ട്. ചെറുപ്പക്കാരുടെ ഒരു ഒരു വലിയ ശതമാനം ചൈനയിലും ഇന്ത്യയിലും. അപ്പം എന്തുകൊണ്ടും ഈ രണ്ട് രാജ്യങ്ങളും കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചാൽ അമേരിക്കയ്ക്കോ റഷ്യയ്ക്കോ യൂറോപ്യൻ രാജ്യങ്ങൾക്കോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അതുമാത്രം വലിയൊരു വൻശക്തിയായിട്ട് മാറാൻ പറ്റും. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ഒന്നിച്ചു പോകാൻ കഴിയുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ചൈന നമ്മളെ ചതിച്ചു എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം. ചൈനയുമായിട്ട് നെഹ്റു വലിയ ബന്ധങ്ങൾ ഉണ്ടാക്കി, പഞ്ചശീല തത്വങ്ങളും എന്തെല്ലാമായിരുന്നു ഉണ്ടാക്കിയത്. എന്നിട്ടും അതുപോലെ തന്നെ ഈ ടിബറ്റിനെ ചൈന ആക്രമിച്ചപ്പോൾ പോലും നമ്മൾ അതിനെ എതിർത്തില്ല. ടിബറ്റ് അവരുടെ ഭാഗമാണെന്നുള്ള രീതിയിലാണ് നമ്മൾ കണക്കാക്കിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ തായ്വാനെയാണ് അന്ന് ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വം കൊടുത്തിരുന്നത്, ചൈനയായിട്ട് അംഗീകരിച്ചിരുന്നത്. പക്ഷേ ഇന്ത്യ പറഞ്ഞത് ചൈനയ്ക്ക് തന്നെ കൊടുക്കണം, തായ്വാനല്ല, ശരിക്കുള്ള ചൈനയ്ക്ക് തന്നെ കൊടുക്കണം. അങ്ങനെയുള്ള നല്ല ബന്ധങ്ങൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ നമ്മളെ കയറി ആക്രമിക്കുന്നത്. അപ്പോൾ ആ ആക്രമണത്തിൻ്റെ കാര്യം അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഇന്നും അത്ര കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. അതിൻ്റെ പല ഡിപ്ലോമാറ്റ്സും ഇവിടെ UN ഉണ്ടായിരുന്ന വിജയൻ നമ്പ്യാരൊക്കെ അതേപ്പറ്റി പല അഭിപ്രായങ്ങൾ പറയുന്നത്. പക്ഷെ അത് എത്ര കണ്ട് വിശ്വസിക്കാവുന്നതാണ് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അതിനുശേഷം നമ്മൾ ഒരിക്കലും ചൈനയെ വിശ്വസിച്ചിട്ടില്ല. ചൈനയെ നമ്മൾ ശത്രുവായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അന്ന് നമ്മളെ ആക്രമിച്ചു നിഷ്പ്രയാസം കീഴടക്കാനായിട്ട്, നമ്മളെ പരാജയപ്പെടുത്താനായിട്ട് ചൈനയ്ക്ക് കഴിഞ്ഞു. പക്ഷേ ഇന്നിപ്പോൾ ചൈനയെ ആക്രമിച്ചാൽ തിരിച്ചടിക്കാനും ചൈനയെ ആക്രമിക്കുമെന്നുള്ള ആ ഒരു മുൻകരുതലോട് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ചൈന ഇപ്പം നമ്മളെക്കാൾ വലിയ ശക്തിയാണ്. അവർക്ക് തീർച്ചയായിട്ടും നമ്മളെക്കാൾ കേപ്പബിലിറ്റി കൂടുതലുണ്ട്, അത് നമുക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ നമ്മൾ ഒട്ടും മോശമല്ല, അല്ലാത്ത രീതിയിലുള്ള ഒരു പ്രതികരണത്തിന് കഴിവുള്ള ശക്തിയായിട്ടാണ് നമ്മൾ നിലകൊള്ളുന്നത്, തുല്യശക്തി പോലെ തന്നെ നിലകൊള്ളുന്നു. അപ്പോൾ അങ്ങനെയുള്ള മെച്ചങ്ങൾ നമ്മൾ ആ കോൺഫ്ലിക്റ്റിൽ നിന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും ശത്രുത വിട്ടുകഴിഞ്ഞ് ഒന്നായി കഴിഞ്ഞാൽ, ഒന്നായിട്ട് ഒരേ നിലപാടിൽ നിന്ന് കഴിഞ്ഞാൽ എന്തെല്ലാം വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം ചോദിച്ചത്. സത്യം പറഞ്ഞാൽ അത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അത് നമ്മൾ മാത്രം ചിന്തിച്ചാൽ പോരാ, ചൈനയും ചിന്തിക്കണം. ചൈനയാണ് കൂടുതലായിട്ട് ചിന്തിക്കേണ്ടത്. പക്ഷേ ചൈനയ്ക്ക് അമേരിക്കയാണ് പ്രധാനം. കാരണം ചൈനയുടെ സാധനങ്ങൾ മുഴുവൻ വിറ്റഴിക്കുന്ന ഇവിടെയാണ്. കാശ് കിട്ടണമെങ്കിൽ ഡോളറിലാണ് അവരുടെ സമ്പദ് വ്യവസ്ഥ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ടെക്നോളജി മുഴുവൻ ഊറ്റിക്കൊണ്ടു പോകുന്നത് അവരാണ്. അപ്പോൾ അതുകൊണ്ട് ചൈനയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയാണ് അവരുടെ പ്രധാനപ്പെട്ട രാജ്യം. ഇന്ത്യയിൽ കുറേ ഈ വ്യാജ സാധനങ്ങളെല്ലാം വിറ്റഴിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ആ ഒരു ബന്ധം, ആ തുല്യ നിലയിലുള്ള ഒരു ബന്ധം ഉണ്ടാവുകയില്ല. അതേസമയം തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം, അമേരിക്ക സൂപ്പർ സ്റ്റാറും ലോക പോലീസും എന്നൊക്കെയാണ് പറയുന്നത്. ആ സ്ഥാനത്ത് നിന്നൊക്കെ പിന്നോക്കം പോകാനുള്ളൊരു നിലപാടാണ് ഇപ്പം ട്രംപിൻ്റെ കീഴിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. ഒരുവിധപ്പെട്ട ആളുകളെ എല്ലാം വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നിട്ട് അദ്ദേഹത്തെ ഈ താരിഫിൻ്റെ ഒക്കെ കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പും നൽകി ഒന്നും ചെയ്യാതെ ഇന്ത്യയൊക്കെ ഒരു പിണക്കി വിടുന്ന രീതിയിലാണ് നമ്മൾ കണ്ടത്. ഇപ്പം പിത്രോദ പറഞ്ഞത് അതാണ്, തിരക്കിട്ട് പ്രധാനമന്ത്രി ഇങ്ങോട്ട് വരേണ്ടതില്ലായിരുന്നു. കാരണം ഇപ്പം ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ എന്താ നടക്കുന്നതെന്ന് ആർക്കും തന്നെ നിശ്ചയമില്ല. ദിവസേന ഓരോരോ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് തിരക്കിട്ട് വന്നിട്ട് കാര്യങ്ങളൊന്നുമില്ല. അത് സത്യമായിട്ട് തോന്നുകയും ചെയ്തു. ആ ഉദ്ദേശിച്ച പോലുള്ള നേട്ടങ്ങളോ ഉദ്ദേശിച്ച പോലുള്ള കാര്യങ്ങളോ ഒന്നും നടക്കുകയുണ്ടായില്ല. അപ്പോൾ ആളുകളെ പിണക്കി വിടുന്ന ഒരു പ്രതീതി ട്രംപ് ഭരണകൂടത്തിൽ നിന്നുണ്ടാകുന്നു. അതിൻ്റെ ലേറ്റസ്റ്റ് നമ്മൾ കാണുന്നത് യൂറോപ്പാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പം കാനഡയെ പിണക്കി നിർത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ കാനഡയൊക്കെ അമേരിക്ക പോലെ തന്നെ അമേരിക്കയുടെ മറ്റൊരു സ്റ്റേറ്റ് പോലെയാണ് ഇതേവരെ പെരുമാറിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ബ്രിട്ടനും
അപ്പോൾ ആ രാജ്യങ്ങൾ ഇപ്പോൾ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഒക്കെ കൂടി അവർ സ്വന്തമായിട്ട് പിന്നെ അവർ വ്യത്യസ്തമായിട്ട് അമേരിക്കയെ വിട്ടുകളഞ്ഞിട്ട് അവർ സ്വന്തമായിട്ട് ഒരു ചേരിയായിട്ട് മാറാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനു വേണ്ടിയിട്ട് അവർ ഒത്തുകൂടുന്നു. പ്രധാനമായിട്ടുള്ള കാരണം ഈ പിന്നെ ചൈന അല്ല റഷ്യ അവരുടെ യൂറോപ്പിൻ്റെയും ശത്രുവാണ്. കാര്യം യൂറോപ്പിലാണെങ്കിലും യൂറോപ്യന്മാരുടെയും ശത്രുവാണ്, അമേരിക്കയുടെയും ശത്രുവാണ്. പക്ഷേ ട്രംപ് സ്ഥാനമേറ്റതിന് ശേഷം പുടിനുമായിട്ട് ലോഹ്യമായി, പുടിനോട് സംസാരിച്ചു, ഉക്രൈൻ പ്രശ്നം തീർക്കണമെന്ന് പുടിനുമായിട്ട് സംസാരിച്ചു. ഇനിയിപ്പോൾ നാളെ സൗദി അറേബ്യയിൽ വെച്ച് പുടിനെ കാണുകയും ചെയ്യുന്നുണ്ട് ട്രംപ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ അതിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കാർക്കും അതിൽ പങ്കില്ല. ഉക്രൈന് വേണമെങ്കിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യൂറോപ്യന്മാർക്ക് പങ്കില്ലാതെ അവരെ സംബന്ധിച്ചുള്ള പ്രശ്നമാണ്. റഷ്യ ശക്തിപ്പെട്ട് വിട്ടുകഴിഞ്ഞാൽ യൂറോപ്പിനെയൊക്കെ ബാധിക്കും. അപ്പോൾ അതാണ് അവരുടെ താല്പര്യം. അപ്പോൾ അവരെ അടുപ്പിക്കാതെയുള്ള ചർച്ചയാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നാൽ അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ ഡിഫൻസ്, അവരുടെ സൈന്യങ്ങളൊക്കെ അവർ തന്നെ കരുതിക്കോണം. അമേരിക്കയ്ക്ക് അവരുടെ സെക്യൂരിറ്റി ഒന്നും ഉറപ്പുവരുത്താൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ട്രംപിൻ്റെ പിന്നെ നിലപാട്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവർക്ക് അതിനൊക്കെ സാമ്പത്തിക ഡിഫൻസ് ഫോഴ്സസോ സൈനിക ബലമോ ആയുധ ബലമോ ഒന്നുമില്ല യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ളൊരു ശ്രമം ഇനി ഉണ്ടാകും എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് വരും. അവർ സ്വന്തം കാലിൽ നിൽക്കണമെന്നുള്ളൊരു ചിന്താഗതി അവിടെ വരുന്നു. നാറ്റോയുടെ പ്രസക്തി ഇല്ലാതാവുന്ന സ്ഥിതി വരുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് സംഭവിക്കുന്ന ഒരു കാര്യം, യൂറോപ്പ് ഒരു ചേരിയായിട്ട് മാറുകയാണെങ്കിൽ അമേരിക്ക ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതി വരും. അമേരിക്ക സൂപ്പർ സ്റ്റാറും അമേരിക്കയെ എല്ലാവരും നോക്കുന്ന ആ ഒരു സ്ഥിതിയൊക്കെ അങ്ങോട്ട് മാറിപ്പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ട്രംപ് ഭരണകൂടം മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇവരെയൊക്കെ നമ്മുടെ ഉറ്റ ചങ്ങാതിയുടെ എല്ലാം പിണങ്ങിക്കൊണ്ട് അത് നിങ്ങളുടെ കാര്യം നോക്കിയോ, ഞങ്ങൾക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു വിട്ടാൽ അത് ദീർഘകാലാടിസ്ഥാനത്തിൽ എത്ര കണ്ട് നല്ലതായിരിക്കുമെന്നാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഈ ഒരു കച്ചവട കണ്ണോടുകൂടിയല്ല കാര്യങ്ങളെ കാണേണ്ടത്. ഒരു രാജ്യതന്ത്രജ്ഞൻ എന്ന നിലയിൽ കാണുമ്പം അതിന് വ്യത്യാസമാകും. അപ്പോൾ അത് രാജ്യതന്ത്രജ്ഞൻ നോക്കുന്ന ദീർഘകാലത്ത് നമ്മുടെ രാജ്യത്ത് എന്താണ് ഗുണം എന്നാണ് നോക്കുക. താൽക്കാലികമായിട്ടുള്ളൊരു നേട്ടം അല്ല നോക്കുന്നത്. അപ്പോൾ എന്തായാലും അത് കാത്തിരുന്ന് കാണേണ്ടതാണ്. യുക്രൈൻ യുദ്ധം എങ്ങനെ അവസാനിക്കും, അത് റഷ്യയുടെ നിലപാട് എന്തായിരിക്കും, റഷ്യ ഇത് കഴിയുമ്പോൾ, ഈ കരാറൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് യുദ്ധം അവസാനിച്ച് കഴിയുമ്പോൾ റഷ്യ പഴയതുപോലെ ഒരു വൻശക്തിയായി മാറുമോ എന്നൊക്കെയാണ് കാണേണ്ടിയിരിക്കുന്നത്. അത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒരു ഭീഷണിയായി മാറുമോ എന്നൊക്കെയാണ് കാണേണ്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിലാണ് ഗാസ പ്രശ്നം കിടക്കുന്നത്. ഗാസ പ്രശ്നത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ഗാസ ഏറ്റെടുക്കുമെന്ന് അമേരിക്ക പറയുന്നുവെങ്കിലും അതെങ്ങനെയെന്നുള്ളതിനെപ്പറ്റി ഇപ്പോഴും യാതൊരുവിധ തീരുമാനങ്ങളും ഉണ്ടായിട്ടില്ല. എന്തായാലും ഇത് കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങൾ തന്നെ.